നമസ്കാരം. കഴിവുണ്ടായിട്ടും നിന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഓരോ പ്രാവശ്യവും വോട്ടിൻ്റെ ശതമാനം കൂട്ടി കൊണ്ടുവരികയും ചെയ്ത് ജനസമ്മതിയുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. BJPയിലെ രണ്ടു പക്ഷങ്ങൾക്കിടയിലും ചേരാത്തതുകൊണ്ട് കേരളത്തിലെ BJPയിൽ സുസ്വീകാര്യമായ ഒരു സ്ഥാനം ലഭിക്കാതെ പോയ കഴിവുറ്റ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 1,13,000 ശിഷ്ടം വോട്ടാണ് കൂടുതൽ നേടിയത് എന്നോർക്കുമ്പോൾ എവിടെയും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം വോട്ടിൻ്റെ ശതമാനം കൂട്ടിക്കൊണ്ടുവരുവാൻ BJPയിൽ ഇത്രത്തോളം ജനപ്രിയതയാർന്ന മറ്റൊരു നേതാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. BJPക്കാരടക്കം എല്ലാ ജനങ്ങളും ശോഭാജി എന്ന് ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ശോഭാ സുരേന്ദ്രനെ BJPയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തുവാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ പിടിവലികൾക്ക് അല്ലെങ്കിൽ പിടിവലി നടത്തുന്ന ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും ഒരു നിയമസഭാ സാമാജികൻ ഇല്ലാതെ പോകുന്നത്. ഒരു സാമാജികൻ ഉണ്ടായി O രാജഗോപാൽ, ആ സ്ഥാനം കൂടി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ നഷ്ടമാവുകയാണ് ചെയ്തത്. നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞയക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രം ഇടപെട്ട് കേന്ദ്രത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് പോലെ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത്. പിന്നീട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി. എന്നാൽ എവിടെയും മത്സരിക്കാതെ നിശബ്ദനായി നിന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നൽകിയത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ മതിപ്പുണ്ടാക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് 2 തവണയാണ് K സുരേന്ദ്രനെ പരീക്ഷിച്ചതെങ്കിലും BJPക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഇവിടെയാണ് മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിൽ വടംവലി നടക്കുന്നത്. ഈ 2 പക്ഷത്തും ചേരാത്തതിനാൽ ശോഭാ സുരേന്ദ്രന് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചിത്രം. കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും 2 വിരുദ്ധ ചേരിയിലായി നിൽക്കുമ്പോഴും അവർ 2 കൂട്ടരും ഒരു കാര്യത്തിൽ യോജിപ്പിലാണ്: ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഇവർ 2 കൂട്ടരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കുമ്പോൾ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന BJP പ്രവർത്തകരും അണികളും ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണം എന്ന് മുറവിളി കൂട്ടുമ്പോൾ ഇപ്പോൾ ഇവർക്കെല്ലാം കൃത്യമായ ഒരു മറുപടി എന്നോണം തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഒരു FB കുറിപ്പ് വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അമിത്ഷായെ കണ്ട ചിത്രവും കുറിപ്പും പങ്കുവെച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ FB പേജിൽ നിർണായകമായ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം കരുത്തുറ്റ ഒരു സാരഥിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാജി. അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയും അദ്ദേഹം കൂടി നാട് നയിക്കുമ്പോൾ, രാജ്യത്തെ നയിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള എൻ്റെ ഈ അടുപ്പം കേരളത്തിലെ BJPയെ സ്തുത്യർഹമായ രീതിയിലേക്ക് നയിക്കുവാനുള്ള ആവേശം എനിക്കുണ്ടാകുന്നു എന്ന തരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ അവസാന വാചകങ്ങളുടെ അർത്ഥം തന്നെയാണ് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. അമിത്ഷായുമായുള്ള ഈ പരിചയവും അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള പെരുമാറ്റവും വാത്സല്യവും സ്നേഹവും എനിക്ക് കേരളത്തിലെ BJPയെ സ്തുത്യർഹമായ രീതിയിൽ, സ്വീകാര്യമായ രീതിയിൽ നയിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം പകരുന്നു എന്ന് പറയുമ്പോൾ, അമിത്ഷാ ശോഭാജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ സംസ്ഥാന പദവി, BJPയുടെ സംസ്ഥാന പദവി ശോഭാ സുരേന്ദ്രന് വച്ച് നീട്ടിക്കൊടുക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ ഒരു സൂചന പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് മുരളീധര പക്ഷത്തെയും കൃഷ്ണദാസ് പക്ഷത്തെയും വിരൽ പിടിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കേരളത്തിലെ നേതാക്കൾ അമിത്ഷായോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിലെ മറ്റേതെങ്കിലും നേതാക്കളെ കാണുമ്പോൾ മറ്റാരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകും. എന്നാൽ അമിത്ഷായുമായി ശോഭാ സുരേന്ദ്രൻ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ അമിത്ഷായും ശോഭാ സുരേന്ദ്രനും മാത്രമേ സംസാരിക്കുന്നുള്ളൂ, മറ്റാരും തന്നെ ഫ്രെയിമിലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കാരണം സ്വകാര്യ സന്ദർശനം തന്നെയാണ്. അമിത്ഷാ ശോഭാ സുരേന്ദ്രന് അനുവദിച്ച സ്വകാര്യ സംഭാഷണത്തിനിടയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരിക്കാൻ സാധ്യത. അമിത്ഷാ ശോഭാ സുരേന്ദ്രന് ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ചില കണക്കുകൂട്ടലുകളോട് കൂടി തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ശോഭാ സുരേന്ദ്രന് വച്ച് നീട്ടിക്കൊണ്ട് അമിത്ഷാ ഏതെങ്കിലും തരത്തിൽ ഒരു ഓഫർ നൽകിയിട്ടുണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ ഒരു FB കുറിപ്പിടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതെന്ത് തന്നെയായാലും കേരളത്തിലെ BJPയെ നയിക്കാൻ കരുത്തുറ്റ സാരഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ ഝാൻസി റാണി, ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ വിശേഷണമുള്ള ശോഭാ സുരേന്ദ്രനെ ശോഭാജി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ BJP അണികളും പ്രവർത്തകരും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ
BJP നയിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരിക്കും. കേന്ദ്ര നേതൃത്വവും ശോഭാ സുരേന്ദ്രനിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും എല്ലാം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും ക്ഷണിച്ചു കൊണ്ടുപോയ നേതാക്കളിൽ വളരെ ചുരുക്കം പേരിൽ ഒരാൾ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതും ശോഭാ സുരേന്ദ്രന് അവർ കൊടുക്കുന്ന ആദരവിൻ്റെ ഒരു സൂചന തന്നെയാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വ പദവിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ തന്നെയാണ് അമിത്ഷായുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയിലൂടെ പുറത്തു വരുന്നത്. എന്താണ് ഇനി ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.